സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ബീഹാറിലെ മഹാവിജയത്തിന് പിന്നാലെ കസേര കളി തുടങ്ങിയോ? എന്തുകൊണ്ടാണ് JDU അവരുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്? മഹാസഖ്യം തോറ്റത് എന്തുകൊണ്ടാണ്? SIRഉം വോട്ട് ചോരിയും മാത്രമാണോ കോൺഗ്രസ് സഖ്യത്തിന്റെ തോൽവിക്കുള്ള കാരണങ്ങൾ? പ്രധാനമായും 4 കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത്. ആദ്യം നമുക്ക് നിതീഷ് കുമാറിന്റെ കാര്യം സംസാരിക്കാം. നിങ്ങൾ കാണുന്നത് ബീഹാറിലെ JDU എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റാണ്. നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് ഈ ട്വീറ്റിൽ പറയുന്നത്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ ഈ ട്വീറ്റ് നീക്കം ചെയ്തു. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് തിരയുകയാണ് ബീഹാർ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നവർ. ഈ പോസ്റ്ററിലൂടെ JDU വ്യക്തമാക്കിയത് ഇനി കൂട്ടുകെട്ടിന്റെ കാര്യമല്ല, നേതാവിന്റെ കാര്യമാണ് സംസാരിക്കേണ്ടത് എന്നാണ്. JDUയുടെ പോസ്റ്റിന് മുമ്പ് BJPയുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു. പ്രധാനമന്ത്രി മോദിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറും പരസ്പരം കൈകോർത്ത് പിടിച്ച് നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഒപ്പം മോദി നിതീഷ് കൂട്ടുകെട്ട് ഹിറ്റായി, ബീഹാറിന്റെ വികസനം വീണ്ടും ആവർത്തിച്ചു എന്ന വാചകങ്ങളും ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതിന് മറുപടിയായി ആണോ JDUവിന്റെ പോസ്റ്റ് വന്നത് എന്നുള്ള സംശയമാണ് ഉയർന്നത്. അതായത് ബീഹാർ ജയത്തിന്റെ ക്രെഡിറ്റ് മോദിക്ക് പോകുന്നതിൽ JDU അസ്വസ്ഥരാണോ എന്ന സംശയമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. എന്നാൽ പിന്നീട് പുതിയ പോസ്റ്റുമായി JDU രംഗത്തെത്തി. അതായത് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, അതിനെ ഡിലീറ്റ് ചെയ്തു, അതിനുശേഷം പുതിയൊരു പോസ്റ്റുമായി രംഗത്തെത്തി. അതിൽ പറയുന്നത് ബീഹാറിലെ സ്ത്രീകളുടെ വിശ്വാസം വിജയിച്ചു, NDA വിജയിച്ചു, ബീഹാർ വിജയിച്ചു എന്നാണ്. അതായത് ആദ്യം നിതീഷ് കുമാറിനെ കുറിച്ച് മാത്രം സംസാരിച്ച JDU ഇപ്പോൾ സംസാരിക്കുന്നത് NDA കുറിച്ചാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. JDU നേതൃത്വത്തോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് ശേഷമാണോ ഈ മാറ്റം എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. ബീഹാറിലെ വിജയത്തിൽ നിതീഷിന് ക്രെഡിറ്റ് കൊടുക്കുന്ന രീതിയിൽ BJP സംസാരിക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കാണണം. പട്നയിൽ ഒരു പോസ്റ്റർ നേരത്തെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ബീഹാർ എന്നാൽ നിതീഷ് കുമാർ എന്നാണ് ആ പോസ്റ്ററിൽ പറയുന്നത്. വലിയ പടുകൂറ്റൻ പോസ്റ്ററാണ്. ഇക്കണക്കിന് ഈ പോസ്റ്ററും നീക്കം ചെയ്യേണ്ടി വരുമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ജനതാദൾ യുണൈറ്റഡിന്റെ ഓഫീസിന് പുറത്ത് ടൈഗർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നെഴുതിയ മറ്റൊരു പോസ്റ്ററുമുണ്ട്. എന്താണ് ഈ ജീവനോടെ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം? ചോദ്യങ്ങൾ ഇതാണ്: നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകുമോ, അതോ JDU അവരുടെ അവകാശവാദം ഉപേക്ഷിക്കുമോ? BJP അവരുടെ അവകാശവാദം ഉറപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണോ? അടുത്ത ബീഹാർ മുഖ്യമന്ത്രി BJPയുടേത് ആയിരിക്കുമോ? മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി ഇരു പാർട്ടികൾക്കുമിടയിൽ വിലപേശലിന് പുതിയ സാധ്യതകൾ ഉടലെടുക്കുകയാണോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. BJPയുടെ മൗനവും ചിന്തനീയമാണ്. മാത്രമല്ല NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. 2020 മുഖ്യമന്ത്രി ആകില്ല എന്ന് പറഞ്ഞ് നിതീഷ് പിന്മാറിയിരുന്നു. പിന്നീട് മോദിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ നിർബന്ധ പ്രകാരമാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് എന്നുമൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതായത് 2020 സംഭവിച്ചത് നിതീഷ് കുമാറിന്റെ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരുന്നു. അപ്പോൾ താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്നുള്ളൊരു നിലപാട് നിതീഷ് കുമാർ എടുത്തിരുന്നു. പക്ഷെ പിന്നീട് മോദി പറഞ്ഞതിന് പിന്നാലെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. എന്നാൽ 2025 JDU പറയുന്നത് ടൈഗർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന വാചകമാണ്. മഹാരാഷ്ട്രയിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി NDA തെരഞ്ഞെടുപ്പിന് നേരിട്ടു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രി ആയത് BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി. അതായത് മുഖ്യമന്ത്രി ആയിരുന്നയാൾ ഉപമുഖ്യമന്ത്രിയാവുന്ന ഒരു പതിവ് BJP സഖ്യത്തിനിടയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഷിൻഡെയ്ക്ക് സംഭവിച്ചത് തങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് JDUവിന് ആഗ്രഹമുണ്ട്. പക്ഷേ കാര്യങ്ങളെല്ലാം BJPയുടെ കയ്യിലാണ്. BJP പറയുന്നത് അനുസരിക്കുക അല്ലാതെ JDUവിന് മുന്നിൽ വേറെ വഴിയില്ലാത്ത സ്ഥിതിയാണ്. BJPയും JDUവും ബീഹാറിൽ മത്സരിച്ചത് 101 സീറ്റുകളിലാണ്. BJP 90-നടുത്ത് സീറ്റുകൾ നേടിയിട്ടുണ്ട്. JDU 84 സീറ്റുകൾ നേടുന്നതാണ് സ്ഥിതി. എന്നാൽ RJDക്ക് 25 സീറ്റേ ഉള്ളൂ. അതായത് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല എങ്കിൽ അദ്ദേഹം ഉടക്കി മറുകണ്ഠം ചാടിയാൽ സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം മറുഭാഗത്ത് ഉണ്ടാകില്ല. BJPക്ക് മറുഭാഗത്ത് ഉണ്ടാകില്ല. 10 മുതൽ 15 സീറ്റുകളുടെ കുറവുണ്ടാകും. എന്നാൽ BJPയുടെ കാര്യം അങ്ങനെയല്ല. JDUവിനെ ഒഴിവാക്കിയാൽ പോലും ഭൂരിപക്ഷത്തിന് BJPക്ക് 5ഓ 4ഓ സീറ്റുകളുടെ ആവശ്യമേ വരും. അതായത് നിതീഷ് കുമാർ പോയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റും. BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റും. NDAയിൽ നിലവിലുള്ള RLM, LJP, ഹം എന്നീ പാർട്ടികളുടെ പിന്തുണ മാത്രം മതി BJPക്ക്. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഹാർ മാത്രമാണ് BJPക്ക് ഇതുവരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്ത സംസ്ഥാനം. ആ നേട്ടത്തിലേക്ക് പോകാൻ മോദിയും അമിത്ഷായും തന്ത്രമൊരുക്കി കാത്തിരിക്കുകയാണോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം.
നിതീഷ് കുമാറിനെ തള്ളിക്കളയുന്ന ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം. കാരണം നിതീഷ് കുമാറിന്റെ ജനകീയ പ്രതിച്ഛായ തന്നെയാണ് NDAയുടെ വിജയത്തിന്റെ പ്രധാന കാരണമെന്ന് BJPക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിതീഷിനെ കൂടെ നിർത്തിയുള്ള കരുതലോടെയുള്ള നീക്കമായിരിക്കും BJP നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിതീഷ് കുമാർ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പതിവിലും സജീവമായി കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് വരുന്നത്. ചടുലമായ പല നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നു. ചില മുൻ മന്ത്രിമാരെ പോയി കാണുന്നു, ചില പ്രധാനപ്പെട്ട നേതാക്കളെ സന്ദർശിക്കുന്നു, ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് വളരെ പെട്ടെന്ന് പല നീക്കങ്ങളും നടത്തുന്ന ആളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിനുള്ള അവകാശവാദത്തിൽ നിന്ന് നിതീഷ് പിന്നോട്ടു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നീക്കങ്ങൾ ബീഹാറിൽ JDUവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. വിജയിച്ച ശേഷം നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അമിത്ഷാ പറഞ്ഞത് സമ്രാട്ട് ചൗധരിയെ വലിയ ആളാക്കുമെന്നാണ്. അതായത് ഇപ്പോഴത്തെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയെ വലിയ ആളാക്കുമെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഭാഗത്ത് നിന്ന് എല്ലായിടത്തും ഉയർത്തി കാണിച്ച ഒരേ ഒരാൾ സമ്രാട്ട് ചൗധരിയായിരുന്നു. അതായത് സമ്രാട്ടിനെ BJP മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും JDUവിൻ്റെയും വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതും നമ്മൾ നോക്കി കാണണം. 2020 അപേക്ഷിച്ച് BJPയുടെ വോട്ട് ശതമാനം 1.5% വർദ്ധിച്ചു. JDUവിൻ്റേത് 3.5% വർദ്ധിച്ചു. BJPയുടെ വോട്ട് ഷെയർ 21.14% JDUവിൻ്റേത് 18.9%. അതായത് വോട്ട് ഷെയറിൽ BJP JDUവിനേക്കാൾ മുന്നിലാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 1.5 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകി, അതായത് 300 കോടി രൂപ നൽകിയ തീരുമാനത്തിൻ്റെ പ്രയോജനം നിതീഷിന് മാത്രമായിരിക്കും കിട്ടുക എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത്. എന്നാൽ അതിൻ്റെ ഫലം കിട്ടിയത് സത്യത്തിൽ BJPക്കാണ്. മാത്രമല്ല കൂടുതൽ സവർണ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയതും ജാതി ഘടകം ഏറെയുള്ള ബീഹാറിൽ BJPക്ക് ഗുണമായി എന്നാണ് വിലയിരുത്തൽ വരുന്നത്. അതായത് ഹരിയാനയെ പോലെ വോട്ട് ചോരിക്കപ്പുറം മൈക്രോ മാനേജ്മെന്റ് പരിപാടികൾ BJP കൃത്യമായി ബീഹാറിലും നടപ്പാക്കിയെന്ന് കാണാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദം തന്ത്രപൂർവ്വം കൈക്കലാക്കാൻ BJP നീക്കം തുടങ്ങി എന്നത് തന്നെയാണ് ബീഹാറിൽ നിന്ന് കേൾക്കുന്ന വാർത്ത. ഇനി ബീഹാറിൽ മഹാസഖ്യം എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ, രാഹുൽ ഗാന്ധി ബീഹാറിനെ ഇളക്കിമറിച്ച് ബുള്ളറ്റ് യാത്ര നടത്തി, തേജസ്വി യാദവ് ഇത്രയൊക്കെ വിയർപ്പൊഴുക്കി, എന്നിട്ടും എന്തുകൊണ്ട് RJD കോൺഗ്രസ് സഖ്യം ഇത്രയും ദയനീയമായി തോറ്റു എന്നത് പരിശോധിക്കുമ്പോൾ നിരവധി ഘടകങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ യോഗേന്ദ്ര യാദവ് പറഞ്ഞത് തന്നെ നോക്കാം. അദ്ദേഹം പ്രധാനമായും 4 പോയിന്റുകളാണ് ഇതുമായി, അതായത് മഹാസഖ്യത്തിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ബീഹാറിലെ NDA സഖ്യം ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തെക്കാൾ വലിയ സഖ്യമായിരുന്നു NDA സഖ്യം. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ പിന്തുണ കൂടിയായപ്പോൾ NDA തോൽപ്പിക്കാൻ പ്രയാസമായി മാറിയെന്ന് യോഗേന്ദ്ര യാദവ് വിലയിരുത്തുന്നു. കാരണം എല്ലായിടത്തും സംഘടനാ സംവിധാനമായി NDA മാറി. രണ്ടാമതായി യോഗേന്ദ്ര യാദവ് പറയുന്ന കാരണം സാമൂഹ്യ ജാതി സമവാക്യങ്ങളാണ്. NDAക്ക് ആ രീതിയിൽ വിവിധ ജാതിക്കാരിൽ നിന്ന് വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞു. സ്വന്തം വോട്ട് ബാങ്കിന് പുറമെ പിന്നോക്കക്കാരുടെ 22% വോട്ടുകളും NDA നേടിയെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞത് മുസ്ലിം യാദവ വോട്ടുകൾ മാത്രമാണ്. അതിന് കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം കൂടിയുണ്ട്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം യോഗേന്ദ്ര യാദവ് പറയുന്നത് സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000 രൂപ വീതം കൊടുക്കുന്ന തൊഴിൽ യോജന പദ്ധതി വഴി NDAക്ക്, പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കിട്ടി. അല്ലെങ്കിൽ തന്നെ സ്ത്രീ വോട്ടർമാർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് നിതീഷ് കുമാർ. ഇതും കൂടെ ആയപ്പോൾ കൂടുതൽ പിന്തുണ അദ്ദേഹത്തിലേക്ക് വന്നു. 10,000 രൂപ എന്നത് ബീഹാറിനെ സംബന്ധിച്ച് വലിയ തുകയാണെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നു. നാലാമത്തെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റോളിനെ വില കുറച്ച് കാണാൻ കഴിയില്ല എന്നും യോഗേന്ദ്ര യാദവ് പറയുന്നുണ്ട്. കാരണം SIRലൂടെ ബീഹാറിലേക്ക് വോട്ടർമാരിൽ നിന്ന് വെട്ടിമാറ്റിയത് 65 ലക്ഷം വോട്ടുകളാണ്. മാത്രമല്ല പല തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെക്കുറിച്ചും കമ്മീഷൻ ഇപ്പോഴും മൗനം തുടരുകയുമാണ്. എന്നാൽ NDA വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരം പ്രവൃത്തികൾക്ക് കൊടുക്കുന്നത് അബദ്ധമാണ് എന്നും യോഗേന്ദ്ര യാദവ് വിലയിരുത്തുന്നു. പ്രതിപക്ഷം ആ അബദ്ധം ചെയ്യരുതെന്നും അദ്ദേഹം പറയുന്നു. പകരം പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത് എന്നും യോഗേന്ദ്ര യാദവ് പറയുന്നുണ്ട്. യാദവ് മുസ്ലിം വോട്ടുകളുടെ അപ്പുറമുള്ള സാമൂഹ്യ അടിത്തറ എന്തുകൊണ്ട് തങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രതിപക്ഷം ആത്മപരിശോധന നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഹരിയാനയിൽ വോട്ട് ചോരി രഹസ്യമായിരുന്നുവെങ്കിൽ
ബീഹാറിൽ വോട്ട് ചോരി നടന്നത് വളരെ പരസ്യമായിട്ടാണ് എന്നും യോഗേന്ദ്ര യാദവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കോൺഗ്രസും എസ് പിയും ബീഹാറിലെ NDA വിജയത്തിനെ വോട്ട് ചോരിയുമായി SIR-മായി ഒക്കെ കൂട്ടിക്കെട്ടിയാണ് സംസാരിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല കാരണങ്ങളെന്ന് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവരും പറയുന്നു. എന്തായാലും BJP തന്ത്രങ്ങൾക്കനുസരിച്ച് തന്നെ ബീഹാറിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. യോഗേന്ദ്ര യാദവിനെ പോലുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ബീഹാറിലെ NDA വിജയത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് കിട്ടാൻ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അംഗമാകാം. നന്ദി, നമസ്കാരം.